കാക്ക എന്താ അനങ്ങാതിരിക്കണെന്ന് ചോദിച്ചാ അതിന്റെ മാനറിസം മാത്രം ഞാൻ പഠിച്ചിട്ടില്ല എന്നുള്ളതേ. കണ്ടോട്ടോ, കുക്കറായതുകൊണ്ട് എനിക്ക് പേടിയാ. കുക്കറൊന്ന് തുറന്ന് കണ്ടോ. 250 ഗ്രാം. പിന്നെ മീൻ 250 ഗ്രാം എനിക്ക് പോലും പറ്റൂല്ലോ. ഓ, അത് ഗോക്കളേഴ്സിന്റെ ബില്ല. അതിന്റെ ഇടയ്ക്ക് ഗോക്കളേഴ്സ് എന്തെങ്കിലും മേടിച്ചോ? അതെ, എന്തുമാത്രം പോപ്പിൻസാ നോക്കി. ആ കാക്ക എന്താ അവിടെ അനങ്ങാതിരിക്കണേ? അനങ്ങാതിരിക്കണെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞല്ലോ. അതല്ല, മറ്റേത് അതോ. അത് ഇങ്ങനെ കാക്ക എന്താ അനങ്ങാതിരിക്കണെന്ന് ചോദിച്ചാ അതിന്റെ മാനറിസം മാത്രം ഞാൻ പഠിച്ചിട്ടില്ല. അവരുടെ മാനറിസം അറിയില്ല. അവര് ചിലപ്പോ ഈ മഴയൊക്കെ പെയ്തുകൊണ്ട് തണുത്തത് കൊണ്ടായിരിക്കും, അറിയില്ല എന്നാന്നുള്ളത്. അറിയേണ്ടതാണ്. അറിയില്ല ഏതായാലും അതിനെപ്പറ്റി. അപ്പൊ അതിനു മുമ്പില്ലേ നമുക്കിതേ നട്ടേക്കണ കണ്ടിച്ചേമ്പ. അത് ഞാൻ ഇവിടെ ഒന്ന് പറയാം, എന്നിട്ട് സൂം ചെയ്താൽ മതി. പക്ഷെ അതൊന്ന് വെട്ടിത്തെളിച്ച് പോയി ആ പുല്ലൊന്ന് വെട്ടിക്കളഞ്ഞേച്ച് നമുക്കൊരു 3-4 തണ്ട് കട്ട് ചെയ്തെടുക്കണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ താളുകൊണ്ട് എപ്പോഴും നിങ്ങൾ തോരനല്ലേ കാണണേ. ഇന്നൊരു ചാറുകറിയെ വെക്കണം. ചാറുകറി ഇന്നില്ല. ഇന്നിപ്പോൾ ഇരിക്കണ കറി വഴക്കൂമ്പും വൻപയറും കൂടെ തോരനും പിന്നെ കുറച്ച് ബീഫ് ഏത്തക്കായും കൂടെ ഇതുള്ളൂ. പിന്നെ അപ്പടെ പിക്കിളും ഇരിപ്പുള്ളൂ. അപ്പോൾ ചാറുകറി ഉണ്ടാക്കണം ഉച്ചത്തേക്ക്. അപ്പം നമുക്ക് ആ താള് വെച്ചിട്ട് തൈര് ഉടച്ച് മോര് ചേർത്ത് ഒരു ചാറുകറി ഉണ്ടാക്കാം. ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ. എല്ലാവരും ഇവിടെ പരിസരത്തൊക്കെ ഉള്ളവർ പറഞ്ഞു നല്ല കറിയാ ചേച്ചി, 2 നേരമൊക്കെ കൂട്ടാൻ നല്ലതാന്ന് പറഞ്ഞു. അപ്പോൾ ഒരു 3-4 തണ്ട് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം എങ്ങനെയുണ്ട് ഇവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ലല്ലോ. പിന്നെയും പച്ചടി പോലെയാണ് ഉണ്ടാക്കണത്. എനിക്ക് പരിസരവാസികൾ പറഞ്ഞു തന്നാട്ടോ. അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ നമുക്കതിൻ്റെ ടേസ്റ്റ് എങ്ങനെ ഇഷ്ടപ്പെടുമെന്നറിയില്ല. ഇഷ്ടപ്പെടുവാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് താള് കട്ട് ചെയ്തുണ്ടാക്കാം. അത് നമ്മൾ തോരൻതാളല്ല, തോരൻതാള് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നത് പിടിപ്പിച്ചിട്ടുണ്ട്. അതിങ്ങനെ ഒരു ചൂടായിട്ട് നിൽക്കും, അതിങ്ങനെ പടർന്ന് വന്നം, എന്നാലേ അതിൽ നിന്ന് കട്ട് ചെയ്യാറാവുള്ളൂ. ഇത് നമ്മൾ കണ്ടിച്ചേമ്പിൻ്റെ താള്, അതായത് മുഴുത്ത ചേമ്പ് ഉണ്ടാവൂലേ നമ്മൾ പുഴുങ്ങണ ചേമ്പ്, അതിൻ്റെ താള് കട്ട് ചെയ്തെടുക്കാൻ പോവാം കേട്ടോ. എന്നിട്ട് നമുക്ക് കറി ഉണ്ടാക്കാം. ഓക്കെ. ഈ താളൊക്കെ ഒരു പ്രശ്നം എന്നാണെന്നറിയാമോ, കയ്യിലെല്ലാം കറയാവും. നീറ്റായിട്ടിരിക്കുന്ന കൈ മുഴുവൻ കറയാവും. ഇന്നലെ ഞാനൊരു 2 കാ ബാക്കി ഇരുന്നതില്ലേ, ഏത്തക്ക അപ്പം മേടിച്ചായിരുന്നു ഇറച്ചിക്കിടാനായിട്ട്. അത് കഴിഞ്ഞ് ബാക്കി ഇരുന്നത് ഞാൻ ഓർത്ത് അതങ്ങ് വറുത്തേക്കാൻ ഓർത്തത്. കണ്ടോ കറ പിടിച്ചിരിക്കുന്നത്, തൊലി കളഞ്ഞതാ. ഇങ്ങനെ എടുക്കുമ്പോൾ അത് മുഴുവൻ കറിയായി. അപ്പം ഞാൻ ഇതൊന്ന് കട്ട് ചെയ്യട്ടെ കേട്ടോ. ഇവിടെ നിന്ന് സൂം ചെയ്തോ, അവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് പോവാം. ഇച്ചിരി പുല്ല് വെട്ടിക്കളയണം, എന്നിട്ട് നമുക്ക് സൂം ചെയ്തെടുക്കാം, അല്ല കട്ട് ചെയ്തെടുക്കാം. കറയുണ്ട് താളിന്. ചൊറിച്ചിലുണ്ടോ? ചൊറിച്ചിലും ഉണ്ട്. ഞാൻ സാധാരണ ചെയ്യണത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കയ്യിൽ ഇച്ചിരി വെളിച്ചെണ്ണ തൂക്കും. അപ്പം പിന്നെ കറയ്ക്ക് ഒരു ശമനം കിട്ടും, ചൊറിച്ചിലിനും ഒരു ശമനം കിട്ടും. എന്നിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഇവിടെ നിൽക്കണത് കട്ട് ചെയ്യായിരുന്നു, പക്ഷേ അതത്ര മൂത്തിട്ടില്ല. ഇളവന ഇച്ചിരൂടെ മൂത്ത കടുപ്പമുള്ള തണ്ട് വേണം. അത് കാരണം ഞാൻ ഉള്ളിലേക്കൊന്ന് കയറി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അവിടെ നിന്നോ, ഞാൻ വെട്ടി മാറ്റിപ്പോവും. ഇതിൽ നല്ലതേ വെറുതെ അവിടെ ഇരിക്കുന്ന ആ കോലിങ്ങി എടുത്തേ തൊഴുത്തിൽ തട്ടി പോവാട്ടോ. മുഴുത്ത് നോക്കി കട്ട് ചെയ്യാം. എടി നിന്റെ ചക്കയില്ലേടി, അല്ല വരിക്ക ആ ബഡ് പ്ലാവേലെ ഒരനക്കവും ആയിട്ടില്ല. ആണോ? ഞാൻ ഇന്നലെയും ചെന്ന് നോക്കി, കുറെ ദിവസം കൂടി ഇന്നലെ ചെന്ന് നോക്കിയ മറന്നിരിക്കുവായിരുന്നത്. അത് എന്റെ അല്ല, അപ്പയുടെ. അപ്പയുടെ. അത് ശരിയാണല്ലോ, അത് മറന്നുപോയി. ഇവിടെ എല്ലാവർക്കും ഓരോരുത്തർക്കും അവരവരുടെ പേരില് പ്ലാവും മാവും ഒക്കെ ഉണ്ട്. എനിക്കില്ല, എനിക്കിതൊന്നുമില്ല. ഒരു ചാമ്പയുണ്ട്. അമ്മ ഇതിന്റെ കൂടെ ഗ്രീൻ നൈറ്റ് ഇട്ടത് കാരണം കാണാൻ മേല അമ്മേനെ. ഇല്ലേ, മറ്റേ നിറത്തിലുള്ളതായിരുന്നെങ്കിൽ അമ്മ മാത്രം എടുത്തു തിന്നേനെ. ഞാനിപ്പോ എടുത്ത് നിക്കണ്ടെന്നാ ഇന്നത്തെ വിശേഷം. ഇത് പരിസരം ഗ്രീനും അമ്മയും ഗ്രീനും ആയപ്പോ അമ്മ അതിൽ ചേർന്നു പോയി. പരിസരത്തേക്ക് ചേർന്നു അല്ലേ. കട്ട് ചെയ്യുക കേട്ടോ. കട്ട് ചെയ്ത് അങ്ങ് വരാം. ഇങ്ങോട്ട് കൊണ്ടുവരാട്ടോ. ഞാൻ പറഞ്ഞില്ല, ഒരു 2-3 നമുക്ക് കട്ട് ചെയ്തെടുത്താൽ മതി. കാരണം എന്നാന്ന് വെച്ചാൽ കറിയുടെ ടേസ്റ്റ് താല്പര്യമാണെങ്കിൽ പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാം. ഇഷ്ടംപോലെ നിപ്പുണ്ട്. അതെ. ഇനിയിപ്പോൾ അപ്പം പറഞ്ഞേ, ഈ മഴയാണെങ്കിലും ആ ചേട്ടനെ വിളിച്ചൊന്ന് പരിസരത്തിൽ ഒന്ന് പുല്ല് വെട്ടിക്കാന്ന്, ഇങ്ങനെ ഇറങ്ങാൻ പാകത്തിന് അത്യാവശ്യം കുറച്ച് ഭാഗം. അപ്പം അതെ അങ്ങോട്ട് കൊണ്ടുവരാം അല്ലേ. അങ്ങോട്ട് കൊണ്ടുവന്ന് കാണിക്കാം. കറയുണ്ട് കേട്ടോ, 3. ഇനി നന്നായിട്ട് ചെറുതായിട്ടൊന്ന് നുറുക്കിയേച്ചേ നന്നായിട്ടൊരു പാത്രത്തിലിട്ട് അലമ്പി കഴുകാം. എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം അരിഞ്ഞ്. അപ്പം കട്ട് ചെയ്യട്ടെ എന്നാ. ഇവിടെ വെച്ച് കട്ട് ചെയ്താൽ ഞാനൊരു കാര്യം ഒരു പാത്രം എടുത്തുകൊണ്ട് വരാം, എന്നിട്ട് അതിലേക്ക് കട്ട് ചെയ്തിടാം.
എന്നാൽ പിന്നെ വിഷയമില്ലല്ലോ. ചെരുവെടുത്തോണ്ട് വരാം. ഇതേ ഇതിനകത്തേക്ക് കട്ട് ചെയ്ത് വെക്കാം. മറിയുന്നു, കറയുണ്ടാവും. ചേമ്പൊരു നല്ല താള് ചേമ്പല്ല, താള് കറി. പണ്ട് നമുക്കുണ്ടായിരുന്ന പിങ്ക് താള്, അയ്യോ എന്ത് നല്ലതായിരുന്നു. അമ്മച്ചിയുടെ കാലത്തിലുണ്ടായിരുന്നത് പോയിട്ട് തിരുമറിയിൽ നിന്ന് കൊണ്ടൊന്നും പിടിപ്പിച്ചത് അമ്മാച്ചൻ്റെ അവിടെ നിന്ന് കുറേ കൊണ്ടുവന്നു. പക്ഷേ ഇപ്പം അതെല്ലാം പോയെന്നെ, വംശനാശം വന്ന് പോവുക. ഒരുപാട് നാളത് നമ്മൾ ശുശ്രൂഷിച്ചതാണ്. ഇത് വെന്ത് കഴിയുമ്പോഴേ ചുരുങ്ങിപ്പോവും, പിന്നെ തീരെ ഇതായിട്ട് ഉണ്ടാവൂല. ഇനി അലമ്പി കഴുകിയെടുക്കണം. അലമ്പി കഴുകിയെടുത്ത് ക്ലീൻ ചെയ്യണമെന്ന് വെറുതെ ഒരെണ്ണം ക്ലീൻ ചെയ്യണ കാണിച്ചു തരാം. കാരണം എന്താണെന്ന് വെച്ചാൽ അലമ്പി കഴുകിച്ച് ഞാൻ പുറത്ത് നിന്ന് ക്ലീൻ ചെയ്ത് വെച്ച് കൊണ്ടുവരാം. ഒരെണ്ണം നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണ് ഞാൻ ക്ലീൻ ചെയ്യണമെന്നുള്ളത്. കണ്ടോട്ടോ, നോക്കിക്കോ. ഞാൻ ഏപ്രൺ കെട്ടിയിട്ടില്ല. എല്ലാവരും എന്നോട് ചോദിക്കൂലേ എപ്പോഴും ഏപ്രൺ കെട്ടിയാണോ നടക്കണേന്ന്. ഏപ്രൺ കെട്ടാറുണ്ട്, കാരണം ഡ്രസ്സിലേക്ക് ചെളിയും കറയും മാലിന്യമൊന്നും വീഴാതെയാണ് എപ്പോഴും പണിയെടുക്കുമ്പോൾ അത് കെട്ടിക്കഴിഞ്ഞാൽ മതി. ഇങ്ങനെ തൊലി പൊളിച്ചെടുക്കണം അല്ലേ? ഒരെണ്ണം കൂടെ കാണിച്ചു തരാം വേണമെങ്കിൽ. ഇതിലിടട്ടെ, ഒരെണ്ണം കൂടെ കാണിച്ചു തരാം. ഞാൻ ചെയ്യണ മെതേഡാട്ടോ. ഇങ്ങനെ തന്നെയാണ് സാധാരണ എല്ലാവരും ചെയ്യണത്. കളയും. ഇത്രയുള്ള കാര്യം. കയ്യിൽ വെളിച്ചെണ്ണ തൂക്കണമായിരുന്നു, അല്ലെങ്കിൽ കയ്യട്ടയിൽ ഇവിടെ മുഴുവൻ കറ വരും. ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കാൻ വേണ്ടി ചെയ്ത. ഇനിയിപ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് ക്ലീൻ ചെയ്ത് വെച്ച് നിങ്ങളെ അരിയണ കാണിക്കാം. ഇനി ഞാൻ ക്ലീൻ ചെയ്തെടുത്തേച്ച് തൊലി നന്നാക്കി കൊണ്ടുവരാം കേട്ടോ. ഈ അകത്ത് നിന്ന് അവിടെ എല്ലാം വൃത്തികേടാവും. അത് കാരണം ഞാൻ ഇവിടെ നിന്ന് അങ്ങ് നന്നാക്കാമെന്ന് ഓർത്ത് അലമ്പി കഴുകിയെടുത്തേച്ച്. ഓക്കെ, നീ അരിയണ കാണിക്കാവേ. ഇപ്പം ക്ലീൻ ചെയ്യണ നിങ്ങൾ കണ്ടല്ലോ അല്ലെ? ക്ലീൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ തൊലി കളയണത് കണ്ടല്ലോ. ഇനിയിപ്പോൾ കഴുകി അലമ്പി വൃത്തിയാക്കി വെച്ച് മൊത്തം തൊലി കളഞ്ഞ് വെച്ച് അരിയണ എടുക്കാം കേട്ടോ. ഓക്കെ, അപ്പം അതേ ചേമ്പിൻ്റെ താളന്തണ്ട് അരിയണതാട്ടോ. ഞാൻ അരിയണ വിധാട്ടോ ഈ കാണിക്കണത്. കഴുകിയത് പിടിച്ചില്ലല്ലോ. അത് ഞാൻ പുറത്തിട്ട് കഴുകിയതാ. പിന്നെ ഒന്നാമതേ ചൊറിയും, ഞാൻ പറഞ്ഞില്ല ഇച്ചിരി ചൊറിച്ചിൽ വരും. ഞാൻ ഇച്ചിരി വെളിച്ചെണ്ണ തൂത്തിട്ടുണ്ട് കേട്ടോ കയ്യേൽ. ഈ കയ്യേൽ തൂത്തിട്ടുണ്ട്. ഇങ്ങനെ അതിപ്പം ചെറുതാക്കണമെന്നൊന്നുമില്ല. എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിത് ഉദ്ദേശിക്കണതേ കലത്തിലിട്ട് വേവിക്കാനല്ല, കുക്കറിൽ ഒറ്റ വിസിലടിപ്പിച്ച് അങ്ങ് വെന്ത് കിട്ടിക്കോളും. അപ്പം പിന്നെയും ഇതാകുമ്പോൾ ഇതിലേക്ക് അങ്ങ് മെൽറ്റായി ചേരണം, നല്ലതാ തേങ്ങയരപ്പിലേക്ക്. അപ്പം നമുക്ക് ഒഴിക്കുമ്പോൾ ഇങ്ങനെ കഷ്ണം കടുകടുവെന്ന് കിടക്കൂല എന്ന് മനസ്സിലായോ പറഞ്ഞത്? ഈ കഷ്ണവും അരപ്പും എല്ലാം കൂടെ ഒന്നിച്ച് ചേർന്നൊരു കുഴമ്പ് പരുവത്തിന്. അങ്ങനെയാകുമ്പോൾ ഇച്ചിരൂടെ നല്ലതാണ്. അപ്പം അത് എനിക്ക് ഓരോരുത്തർ പറഞ്ഞു തന്നാട്ടോ. ഞാനിത് ചെയ്തിട്ടില്ല, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഞാനിത് ചെയ്തേക്കണത് താള് തോരനാണ് ഇവിടെ താല്പര്യം, അതുകൊണ്ട് തോരനാണ് ഉണ്ടാക്കാറ്. പിന്നെ ഒരുപാട് പേര് പറയാറുണ്ട്, പണ്ട് ജെസ്സിയാൻ്റെയും പറഞ്ഞ താളിൻ്റെ ഇതും കൊണ്ട് ലിനോ തേങ്ങ വറുത്തരച്ച് തീയൽ വെക്കാൻ. പക്ഷെ അപ്പയ്ക്കും അങ്ങനത്തെ തീയലിനോട് അത്ര വലിയ താല്പര്യമില്ല. അപ്പയ്ക്ക് ഇഞ്ചിക്കറി നാരങ്ങാക്കറിയൊക്കെയാണ് തീയൽ. തേങ്ങ വറുത്തരച്ച് നമ്മൾ വെക്കൂല, ആ കറിയാണ് താല്പര്യം. ഇഞ്ചിക്കറി നമ്മളിപ്പോൾ വറുത്തരപ്പ് കുറവാണ്, ഇപ്പം പുളിയിഞ്ചിയായിട്ടാണ് ഉണ്ടാക്കാറ്. കാരണം എളുപ്പമാർഗ്ഗം അതായതുകൊണ്ട്. ഇവിടെ പണ്ട് കാലം മുതൽ ഉണ്ടാക്കണത്, എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത് ഇഞ്ചി തേങ്ങാക്കൊത്ത് പച്ചമുളക് ഇതെല്ലാം ഉപ്പ് പുരട്ടി അരിഞ്ഞ് ഉപ്പൊക്കെ പുരട്ടി വെച്ച് നമ്മൾ വെളിച്ചെണ്ണയിൽ വഴറ്റി വെച്ച് തേങ്ങ വറുത്തരച്ചേച്ച് ഇച്ചിരി കട്ട് ചെയ്ത് ഇടണം. വറുത്തരപ്പ് ചേർത്ത് വാളംപുളി പിഴിഞ്ഞ് അങ്ങനെയാണ് ഇഞ്ചിക്കറി വെക്കണത് സാധാരണ രീതിയിൽ. പക്ഷെ ഇപ്പം എല്ലാവരും എളുപ്പമാർഗ്ഗത്തിലേക്ക് പോയി തേങ്ങ വറുത്തരയ്ക്കേണ്ട പകരം പുളിയിഞ്ചി. ഇപ്പം അത് കാരണം വറുത്തരപ്പ് കറി നാരങ്ങ വറുത്തരയ്ക്കണ ഒളുങ്ങി. പപ്പയോട് പറയാം ഒരു നാരങ്ങ മേടിച്ച് നമുക്ക് അപ്പാകുമ്പോഴത്തേക്കും വേണമെങ്കിൽ ഞാൻ വറുത്തരപ്പ് ഉണ്ടാക്കി വെക്കാം, വറുത്തരപ്പ് കറി ഉണ്ടാക്കാം. അത് വീഡിയോ കാണിച്ചിട്ടുള്ളത്, എന്നാലും നമുക്കത് കാണിക്കാം. നേരത്തെ ഓണം സ്പെഷ്യൽ അങ്ങനെയല്ല, 2-3 പ്രാവശ്യം ഓൾറെഡി ചെയ്തിട്ടുള്ളത്. എന്നാലും നല്ല കരുനാരങ്ങ കിട്ടും. അപ്പോൾ അതൊരു ദിവസം ഒന്ന് വറുത്തരയ്ക്കാം. അതൊക്കെ നല്ല സമയം ഒരുപാട് എടുക്കണ വർക്കാണ്. അതുകൊണ്ട് സാധാരണക്കാർക്ക് അത് ബുദ്ധിമുട്ടാണ് ചെയ്യാൻ, ജോലിയൊക്കെ ഉള്ളവർക്ക്. ഞങ്ങൾ പിന്നെ വീട്ടിലിരിക്കുന്നതുകൊണ്ട് വറുത്തരപ്പ് ഉണ്ടാക്കി നേരത്തെ വെക്കും. അപ്പോൾ പതുക്കെ ഇത് ചെയ്യണോണ്ട് സമയം പിന്നെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല. വേറെ ആക്ടിവിറ്റിക്കൊന്നും പോവാത്തതുകൊണ്ട്. ജോലിക്ക് പോണവരെ സംബന്ധിച്ച് അതൊക്കെ ക്വിക്കായിട്ട് ചെയ്യണ കാര്യങ്ങളല്ലേ അവർക്ക് പെട്ടെന്ന് ചെയ്ത് പോകാനുള്ളത്. അതുകൊണ്ട് അവർക്കൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെയുള്ള പണികൾ. അപ്പോൾ താളതേ അരിഞ്ഞ് ഞാൻ
ക്ലീൻ ഇതിങ്ങനെ തൊലി ചീമ്പി എടുക്കുന്നതിന് മുമ്പാണ് അരിയാറ്. 1-2 നിങ്ങളെ കാണിക്കാൻ വേണ്ടി കഴുകണതിന് മുമ്പ് തൊലി ചീമ്പി എടുത്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ തൊലിയെ ഒരു ഇതിലിട്ട് വൃത്തിയായിട്ട് അലമ്പി കഴുകിച്ച് തൊലിയെല്ലാം ക്ലീൻ ചെയ്ത് അരിഞ്ഞെടുത്താട്ടോ. അരിഞ്ഞെടുത്ത് കഴിഞ്ഞാൽ പിന്നെ കഴുകൂലാട്ടോ. ഞാൻ എൻ്റെ കാര്യം പറഞ്ഞതാ. എന്നിട്ട് ഞാൻ അരിഞ്ഞ് താള് ഉപ്പ് ആവശ്യത്തിന് ഇട്ട് ഒരു പൊടിക്ക് മഞ്ഞപ്പൊടി ചേർക്കണം കേട്ടോ. ചാറുകറിയല്ലേ, പിന്നെ എന്തെങ്കിലും നീ പറഞ്ഞ പോലെ അംശമൊക്കെ ഉണ്ടെങ്കിൽ പൊക്കോളും. അപ്പം ഇതിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നോളൂ കേട്ടോ. എന്നിട്ട് നമുക്കില്ലേ ഈ കുക്കർ അടച്ചേച്ചേ പ്രഷർ കുക്കറിൽ ഇത് വേവിക്കുമ്പോൾ ഇപ്പം വേപ്പില ഇടണ്ട. ഞാൻ പറഞ്ഞില്ലേ 1-2 സബ്സ്ക്രൈബർ പറഞ്ഞതിന് ശേഷം ഞാൻ വെന്ത് കഴിഞ്ഞിട്ടേ വേപ്പില ചേർക്കാറുള്ളൂ. ഇത് അടഞ്ഞു പോകുന്നവർ പറഞ്ഞു. നമ്മുടെ ഭാഗ്യത്തിന് നമുക്കത് സംഭവിച്ചിട്ടില്ല. വെള്ളം ഒട്ടും വേണ്ടല്ലോ. നോക്കട്ടെ, കുക്കറായതുകൊണ്ട് എനിക്ക് പേടിയാ. വെള്ളം ഊറി വന്നുണ്ട്. ഒറ്റ വിസിലിൽ നമുക്ക് ഓഫ് ചെയ്യാതായാലും. ദേ വെള്ളം ഒട്ടും ഒഴിച്ചിട്ടില്ല, ദേ ഊറി വന്നുണ്ട്. താളുതണ്ട് മുഴുവൻ വെള്ളമല്ലേ, കലാണെങ്കിൽ പിന്നെ നമുക്ക് കാണാം. ഇത് കുഴപ്പമില്ല, ഒറ്റ വിസിലിൽ നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ. ഓക്കെ, വെയിറ്റിട്ടേ, ഒറ്റ വിസിൽ കേട്ടോ. അത് മതി. ചേമ്പിൻ്റെ തണ്ട് കറി ഇല്ല, താളിൻ്റെ കറി, താള് തണ്ട്. ആ കറിക്ക് ഉണ്ടാക്കാനുള്ള തേങ്ങയരിപ്പ് തയ്യാറാക്കുക. തേങ്ങ ഞാൻ വെളുത്ത കാന്താരി ആയിട്ടും എടുത്തേക്കണം. അത് പഴുത്തതാണ്, അതാണ് ഇങ്ങനെ പഴുത്തി കിടക്കണം. അതേ ഒരു സ്വല്പം, അത് താളെന്തോരം, ഇത് അരപ്പൊക്കെ എന്തോരാന്ന് വെച്ചാൽ അവനവന് എന്തോരം അത് എടുക്കണ്ടെന്ന് വെച്ചാൽ അതിൻ്റെ അളവിനങ്ങ് എടുക്കുക. അതും ഈ കാന്താരി മുളകും. ഇതിന് ഉള്ളിയില്ല കേട്ടോ. ഇച്ചിരി ദേ പറിച്ച് കഴുകി വെച്ചിരിക്കുന്ന വേപ്പില, അത് ഇച്ചിരി വേപ്പില ഇടാം. ഇച്ചിരി വേപ്പില ഇട്ട് വെള്ളം ഒഴിച്ച് ഞാൻ അരച്ചുകൊണ്ട് വരാം. ഇച്ചിരി വെള്ളം എടുക്കട്ടെ കേട്ടോ. എന്നിട്ട് അരച്ചെടുത്തിട്ട് ആ അരപ്പിലേക്ക് ഒരു 4-5 കടുക് ഒന്ന് ചതച്ച് ചേർക്കണം. അത് അതിലേക്ക് തന്നെ ഒന്ന് ക്രഷ് ചെയ്താൽ മതി. കാണിക്കാം, നീ അരഞ്ഞോളൂ. ഈ പച്ചത്തേങ്ങ അല്ലാത്തതുകൊണ്ട് അരയാൻ താമസമാണ്. ഉണക്കത്തേങ്ങളെല്ലാം ഈ വീണ് കിട്ടിയ ഉണക്കത്തേങ്ങ അപ്പം ഇച്ചിരി വെള്ളം അത് കാരണം ഒഴിച്ചിട്ടുണ്ട്. പച്ചത്തേങ്ങ ആണെങ്കിൽ പെട്ടെന്ന് അരഞ്ഞു കിട്ടും. അപ്പം ഞാൻ അരച്ചെടുക്കട്ടെ കേട്ടോ. തേങ്ങ നന്നായിട്ട് അരഞ്ഞിട്ടുണ്ട്. തേങ്ങയും കാന്താരിമുളകും കൂടെ ചേർത്തത് അതിലേക്ക് ഇതേ ഇച്ചിരി കടുകിട്ടേച്ച് ഒന്ന് ചതച്ചെടുത്തോണ്ട് വരാം. അത് അരപ്പ് മിക്സി അവിടെ ഇരിക്കണോണ്ട് അരഞ്ഞത് കാണിക്കാതെ ഒന്ന് ക്രഷ് ചെയ്യുള്ളൂ കേട്ടോ. ഞാൻ അങ്ങോട്ട് വരാം, അപ്പൊ കാണാലോ. കണ്ടോ, അരഞ്ഞു. ഇത് ഇനി ചതക്കുവാകാവുള്ളൂ കേട്ടോ. കണ്ടോ, ഒന്ന് ഇതില്ല, ഇത് കണ്ടോ, മതി. എടുക്കുവാണേ. ദേ കട്ടത്തൈര് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒന്ന് ക്രഷ് ചെയ്താൽ മതി. അപ്പൊ ഒരു കാര്യം പ്രേക്ഷകരെ കാണിക്കാൻ മറന്നുപോയി. കുക്കർ ഒന്ന് തുറന്ന് കണ്ടോ, വെന്തിരിക്കണത്. പിന്നെ മുടിയൊക്കെ വെട്ടി എന്നാക്കി എഴുതാനെന്ന് പറയാം. പാല്, ബ്രെഡ്, അപ്പക്കിന്ന് പണിയാണോ? ടോപ്പിൻസ്, കോഴിമുട്ട. കോഴിമുട്ട നാടൻ വേണോട്ടോ. മീനും ചെമ്മീനും എഴുതിയിട്ടുണ്ട്. ഏതെങ്കിലും കിട്ടിയാ മേടിച്ചോ. ഇടത്തരം അല്ല, ഈ ചാളയായാലും മതി, വറക്കാൻ പാകത്തിനുള്ള. 250 ഗ്രാം. പിന്നെ മീൻ 250 ഗ്രാം എനിക്ക് പോലും പറ്റൂല്ലോ. 500 ഗ്രാം അല്ല, 1 കിലോ. നുറുക്കുമീനാണെങ്കിൽ അപ്പൊ 1 കിലോ മേടിക്കും. കവർ എടുത്തോളാൻ പറ അപ്പയുടെ. അപ്പൊ അതിലേ അല്ല അതിന് പോണേ, അപ്പൊ ഇതിലേ പോവുള്ളൂ. ഞാൻ നമുക്ക് അപ്പൊ ഇറങ്ങിക്കഴിഞ്ഞിട്ട് പാചകം ചെയ്യാം. ഗ്രീൻ ടീ വന്നിട്ടില്ലേ അവിടെ? ഒന്ന് തകർത്താനുള്ള ഉണ്ട്, തകർത്തി വെച്ചേക്കാം. ഗ്രീൻ ടീ തീർന്നു, ഒരാഴ്ചയായിട്ട് എഴുതി കൊടുത്തോളണ എന്നിട്ടില്ല. നന്ദി. അപ്പം പോയിട്ട് മതി. ഇപ്പം ദേ ഒറ്റ വിസില് അടിച്ചിട്ടുള്ളൂ. എന്നിട്ട് അതങ്ങ് ഓഫ് ചെയ്തിട്ടേക്കുമായിരുന്നു. ദേ അതിൽ നിന്ന് വെള്ളം ഊറി വന്നിട്ടുണ്ട്. ദേ നന്നായിട്ട് വെന്തു. കലത്തിൽ വേവിച്ചാൽ മതി. ഇതാകുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു വിസിലും കൊണ്ട് അങ്ങ് വെന്തോളൂ. വെള്ളം ഉണ്ട് കേട്ടോ, അതിൽ നിന്ന് ഇറങ്ങി വന്ന വെള്ളം കേട്ടോ. നിങ്ങൾ കണ്ടല്ലോ അതിൽ വെള്ളം ഒഴിക്കാതിരുന്നത്. പ്രേക്ഷകർക്കൊക്കെ അറിയാം, ചേമ്പും തണ്ടിയിൽ നിന്നും താളം തണ്ടിയിൽ നിന്നും ഒക്കെ വെള്ളം ഇറങ്ങും എന്നുള്ളത്. ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, പറഞ്ഞ് ബോറടിപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം അതേ ഉപ്പും മഞ്ഞളും മാത്രം ചേർത്ത് വേവിച്ച താള കേട്ടോ. ഇപ്പൊ ഇതുപോലത്തെ എർത്താൻ പോട്ടുകളില്ലേ, അത് ഫ്ലിപ്കാർട്ടിൽ വരെ കിട്ടും. നമ്മൾ സാധാരണ ഷോപ്പുകളിൽ നിന്നല്ലേ മേടിക്കാറ്. ഈ ഗ്രാമപ്രദേശം ആകുമ്പോൾ ഇഷ്ടംപോലെ ഷോപ്പുകളുണ്ട്. അതുകൂടാതെ ഓർക്കണ്ടോ, ഇവിടെ തലച്ചുമടായിട്ട് ആൾക്കാർ കൊണ്ടുവന്നെ ഇപ്പോഴും കൊണ്ടുവന്നുണ്ട് വെച്ചാൽ. എന്നാലും ആ റോട്ടെ ഞാനിതിൽ നടക്കാൻ പോയപ്പോ പോണു. അപ്പൊ ഞാൻ പറഞ്ഞു എന്നോട് വേണോന്ന് ചോദിച്ചു. വേണ്ടാന്ന് പറഞ്ഞു. ഓരെണ്ണെങ്കിലും എടുക്കാൻ പറഞ്ഞാൽ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് ഷോപ്പുകളിലും കിട്ടും. ഓരോ ജംഗ്ഷനിൽ കൂട്ടിയിട്ടേക്കണം. നമ്മുടെ പുതിയ കാവ്, കരിങ്ങാശ്ര, പരിമല പോകുമ്പോ പരിമല എന്നൊക്കെ മേടിക്കാറില്ലേ.
ഇപ്പൊ ഈ ഓൺലൈൻ വഴി അങ്ങനെ ഉണ്ടല്ലേ? ഞാനത് ഇവിടെ ടാഗ് ചെയ്തിടാം, ഫ്ലിപ്കാർട്ടിൽ നിന്ന് മേടിക്കണത്. അതെനിക്കറിയില്ല അങ്ങനെ കിട്ടൂന്നുള്ളത്. ഇഷ്ടം പോലെ ഉണ്ട്. ഇപ്പൊ എല്ലാ ഐറ്റവും അങ്ങനെ കിട്ടൂലോ. ചാണകപ്പൊടി വരെ കിട്ടും. അത് നാളെ നീ പറഞ്ഞല്ലോ. ദേ വെന്ത താളന്ന് പറയാൻ പറ്റൂല കേട്ടോ. തണ്ട് തന്നെയല്ലേ ചേമ്പും തണ്ട് താളെന്നിങ്ങി പറഞ്ഞു കഴിയുമ്പോൾ ഓരോരുത്തർ അതിന്റെ ഇലയാണോ എന്നാന്നൊക്കെ ഇത് വിമർശിക്കും. തണ്ടാണ് നമ്മൾ എടുത്തേക്കണത്, നമ്മൾ കാണിച്ചിട്ടുണ്ട്. ചേമ്പിന്റെ തണ്ട്, കണ്ടിച്ചേമ്പിന്റെ തണ്ട്, നാടൻ ഭാഷ പറഞ്ഞ. അരപ്പ് ചേർത്തേ. ഈ അരപ്പില്ലേ കൂടുതൽ ഉണ്ടാക്കുവാണെങ്കിൽ നമ്മൾ മിക്സിയുടെ വലിയ ബൗളിൽ തേങ്ങ അരച്ച് കഴിഞ്ഞേച്ചേ കടുകും ചതച്ചെടുത്ത് അതിലേക്ക് തന്നെ കടുകും ചതച്ച് ചേർത്തേച്ച് നമ്മൾ അതിൽ തന്നെ ആ അരപ്പിലേക്ക് തന്നെ തൈര് ഉടച്ചെടുക്കാം കേട്ടോ. ഞാനിപ്പോ കുറച്ചുണ്ടാക്കണോണ്ട് കുഞ്ഞു ബൗളിൽ അരയ്ക്കാൻ എടുത്തു. അപ്പൊ പിന്നെ അതിലേക്ക് തൈര് ഉടയ്ക്കാൻ സ്പേസ് ഇല്ല. അത് കാരണം ഞാൻ സെപ്പറേറ്റ് അരപ്പ് മാറ്റി വെച്ചേച്ചാണ് തൈര് ഉടച്ചെടുത്തത്. ഇപ്പൊ പ്രേക്ഷകർക്ക് മനസ്സിലായോ? അതായത് തൈരും വേണമെങ്കിൽ ഈ കൂടെ അരപ്പിന്റെ മീതെ ഇട്ട് ഒന്ന് കറക്കി കഴിഞ്ഞാൽ മിക്സ് ആയി കിട്ടുമെന്ന് ഞാൻ പറഞ്ഞത്. അപ്പൊ മൊത്തം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഇതിലേക്ക് ചേർക്കാന്ന് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. ഓക്കെ. ഉപ്പ് കുറവുണ്ട്, അത് മോരും കൂടെ ഒഴിച്ചിട്ട് നോക്കാം അല്ലേ? തൈര് ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടങ്ങിയാൽ മതി കേട്ടോ, അതാ നല്ലത്. കൂടുതൽ ഉടങ്ങി പോയാൽ ആ തിക്നെസ് ഒക്കെ പോകും. നമുക്ക് ഒഴിക്കാം. ഒഴിച്ചേച്ച് ഇച്ചിരി കലക്കി ഒഴിക്കണം കേട്ടോ മിക്സി. അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഇത് കണ്ടമാനം കട്ടയാവുകയും ഇച്ചിരി ചാറ് പോലെ വേണമല്ലോ. പിന്നെ ഈ മിക്സിയിലൊക്കെ ഇതിൻ്റെ അരപ്പും അംശവും തൈരിൻ്റെ ഒക്കെ ഇരിപ്പുണ്ടൊക്കെ. ഉപ്പ് ചേർക്കേണ്ടി വരും, അത് ഞാൻ കാണിക്കാൻ ചേർക്കണത്. ദേ ഉപ്പ് നല്ല കുറവുണ്ട്. ദേ ആവശ്യത്തിന് ഇടുക. പച്ച നിറത്തിലുള്ള കറി. അത് 2 കാരണമുണ്ട് ആ കളറ് വരാൻ. ഒന്ന് കാന്താരിമുളക് അരച്ചു, 2 തേങ്ങ അരയ്ക്കുമ്പോൾ സ്വല്പം വേപ്പില അരയ്ക്കാനെടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ട്. 3 മഞ്ഞൾപ്പൊടി കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. മഞ്ഞൾപ്പൊടി കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ ആഡ് ചെയ്യാം, അപ്പം ഇച്ചിരിയുടെ മഞ്ഞ രാശി കിട്ടും. പിന്നെ ചുമന്ന മുളക് എന്ന് പറഞ്ഞാൽ വറ്റൽമുളക് ചേർക്കാത്തത് കൊണ്ടാണ് ഈ കളറ് കിട്ടണത്. കാന്താരിമുളക് പക്ഷെ പഴുത്തതായിരുന്നു, പച്ചയാണെങ്കിൽ ഇച്ചിരിയുടെ കളർ ഇത് കിട്ടും. ഇപ്പം ചുമപ്പ് രാശി അങ്ങനെ അധികം വന്നിട്ടില്ല അല്ലേ? ചുമപ്പ് രാശി കുഴപ്പമില്ല, ഇത് മതി. ഓഫ് ചെയ്തു. ഇനി നമ്മള് അടുപ്പത്തുനിന്ന് മാറ്റിയേച്ചേ കടുക് പൊട്ടിക്കാം. ഞാൻ എടുത്തോണ്ട് വരട്ടെ സംഭവങ്ങള്. 2 തിരി കടുക് ഉലുവേ, വേപ്പില. ദേ വെള്ളം ഉണ്ടായിരുന്നോ? നനവുണ്ട്. നനവുള്ളതാണ് പൊട്ടണേ. പൊട്ടിത്തെറിക്കാതിരുന്നാ മതി. അത് നേരം. പൊട്ടിത്തെറിച്ചാൽ എന്താ അവസ്ഥ? പൊട്ടിത്തെറിച്ചാൽ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അല്ലേ? അതെ. ദേ എണ്ണയെന്ന് മാറ്റി എടുക്കണം. അത് ഈ എണ്ണ ഇതിലേക്ക് ആഡ് ചെയ്യണ്ടല്ലോ എന്ന് ഓർത്താം. നീ ഇല്ലേ ഈ എണ്ണ ഉലർത്താൻ നേരത്തെടുക്കും, എന്തെങ്കിലും കറി ഉലർത്തുമ്പോൾ ഇങ്ങനെ എടുക്കും. അതാണ് എൻ്റെ പരിപാടി. എണ്ണ കൂടുതലുണ്ടെങ്കിൽ ചെയ്യണം. അത് കടുക് പൊട്ടിച്ച എണ്ണ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമ്മൾ എടുക്കാറില്ല, ഒരിക്കലും എടുക്കാറില്ല. ഈ റീയൂസ് ചെയ്യരുതെന്നല്ലേ പറയണത്. വറവരിയൊക്കെ ആണെങ്കിൽ അത് കളയുവാകാവുള്ളൂ, അതനുസരിച്ച് ഉപയോഗിക്കാം നമ്മളിതേ. കടുക് 2 തിരി കടുകും 2 തിരി ഉലുവയും 2-3 വറ്റൽമുളകും കീറി തേങ്ങാന്ന് മറ്റേ വേപ്പില ഇട്ട് കടുക് വറുത്തത് അതിലേക്ക് ചേർത്തു. ഇനി ഈ ഫോമിൽ കിട്ടൂല. നീ പടം എല്ലാം എടുത്തു കഴിയുമ്പോൾ പറഞ്ഞേരെ, ഞാൻ ഇളക്കാം കേട്ടോ. എല്ലാം കഴിയുമ്പോൾ പറഞ്ഞാൽ മതി. ഇനി പടം എല്ലാം എടുത്തു കഴിഞ്ഞോ? ഇനി ഈ ഫോം വേണോന്ന് പറഞ്ഞാൽ കിട്ടൂല. ഇളക്കുവാണേ. കുറച്ച് കഴിയുമ്പോ ചിലപ്പോ പറയും, പക്ഷെ കിട്ടൂല. അതൊന്ന് എടുത്ത് കാണിക്കുവോ? അതില് കാണിക്കാം. സ്പൂണിൽ വെച്ചോണ്ടിരിക്കണം, അപ്പോഴാണ് എന്ത് കറിയാണെന്ന് മനസ്സിലാവുള്ളൂ. അങ്ങനെ തന്നെ. താത്തി വെച്ചോ ഇച്ചിരി. ചിറുടി. ഞാനൊരു കാര്യം ചെയ്യാം. അത് വേണ്ട. അങ്ങനെ ചിറുടി താത്തിക്കോ. അന്നേരം വീണ് അങ്ങനെ വെക്കണം. വീണ് പോവാതെ പിടിക്കണം. നൈറ്റ് തയ്ച്ചു എന്ന് വിളിച്ചു പറഞ്ഞ. അപ്പൊ ഇന്നലെ കൊണ്ടുവന്ന ഒരു മെറ്റീരിയൽ അങ്ങ് കൊടുത്തേക്കാന്ന്. ഒരെണ്ണ കൊടുക്കണല്ലോ. തയ്ച്ചത് ഇഷ്ടം. ഏതാ? ഗ്രേ ആണോ? അല്ല, വയലറ്റ്. ഞാൻ ആഗ്രഹിച്ചത് അമ്മ ഗ്രേ കൊടുക്കുവെന്ന്. വയലറ്റാ. അതിലാണ് അമ്മയുടെ ഹരം. കണ്ണ് ഡോട്ട. നീ വിളിച്ചു പറയട്ടെ, ഒരു മെറ്റീരിയൽ അങ്ങ് കൊടുത്തു വിടണ്ടെന്ന്. ഏതാണ്ട് നിലത്ത് വീഴുന്നു. അത് ഗോകളേഴ്സിന്റെ ബില്ല. അതിന്റെ ഇടയ്ക്ക് ഗോകളേഴ്സ് എന്തെങ്കിലും മേടിച്ചോ? ഇല്ല, നേരത്തെ മേടിച്ച കവറിൽ ആ മെറ്റീരിയൽ ഇട്ടതാന്നേ. എന്നാക്കിയാ കിട്ടിയേ?
ആ അതെ എന്തുമാത്രം പോപ്പിൻസാ നോക്കി. ആ അത് അപ്പക്ക് പതിവുള്ളത് അപ്പടെ മറ്റേ മിഠായി. പക്ഷേ ഇതിപ്പോ 10 ഇല്ലല്ലോ. ഇത് പൊട്ടിച്ച പാക്കറ്റ്, അത് കാരണം എനിക്കറിയാൻ മേല അകത്തത് അലുത്തതാണോ. പാക്കറ്റ് പുതിയത് പൊട്ടിക്കുമ്പോഴാണ് 10 മേടിക്കുന്നത്, വലിയ പാക്കറ്റ്. അപ്പൊ അത് അലുത്തിട്ടുണ്ടാവില്ല. സ്പെഷ്യൽ കറി ചോറിലേക്ക് ഒഴിക്കുക. അറിയാതെ ഉള്ളി ആദ്യം ഇട്ട് പോയിട്ട്, അറിയാതെ ഇട്ടതല്ല, സമയം ഇച്ചിരി വൈകി, അതുകൊണ്ട് ഇട്ടതാട്ടോ. എപ്പ താളുകറി ഒഴിക്കണോ ഒഴിച്ചങ്ങ് കുഴയ്ക്കാം. അല്ല അതെന്നാന്ന് വെച്ചാൽ അധികം പുളിപ്പില്ല തൈരിന്, അതുകൊണ്ട് അപ്പയ്ക്ക് ഇഷ്ടപ്പെടും. പിന്നെ താള അപകടമില്ലാത്തൊരു ഇതല്ലേ. അതെ, നമ്മള് ഞാൻ പറഞ്ഞില്ലേ ഞങ്ങള് തോരനായിട്ടാ ഉണ്ടാക്കാറ്. ഇന്നൊരു ഡിഫറെന്റ് ആയിട്ടൊരു ഒഴിച്ചുകറി ഉണ്ടാക്കിയതാട്ടോ. നമ്മുടെ പറമ്പിലെ പച്ചക്കറി അല്ലേ. പിന്നെ എല്ലാവരും ഇവിടുത്തെ ബന്ധുക്കളും പറയാറുണ്ട് ഇതുകൊണ്ട് തീയല് വെക്കാൻ. ഇവിടെ ഈ താളുകൊണ്ടുള്ള തീയല് വെക്കണതിനോട് വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് മെനക്കേടിന് പോവാത്തേട്ടോ. എന്നാന്ന് വെച്ചാൽ അത് തോരനാണ് ഇവിടെ താല്പര്യം. തേങ്ങ വറുത്തരച്ച ആ വെക്കണ കറിയോട് അത്ര ഇഷ്ടമില്ല, അതുകൊണ്ടാണ് അത് ചെയ്യാത്ത. പിന്നെ ദേ ബീഫും ഏത്തക്കായും. ഊണ് കുശാലാവാൻ പിന്നെ എന്ത് വേണമല്ലേ. നല്ലൊരു കറിയായിരുന്നു. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ വീട്ടിലെ പറമ്പിൽ നിന്ന് നേരിട്ട് പോയി പറിച്ചെടുത്ത് ഉണ്ടാക്കിയ വിഷമയമില്ലാത്ത പച്ചക്കറി കൊണ്ടിട്ടുള്ള ഒരു മോരൊഴിച്ചു കൂട്ടാൻ, അല്ലെങ്കിൽ പച്ചടിന്നോ എങ്ങനെ വേണേലും പറയാം, പേരെനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്തായാലും ഒരു നല്ലൊരു കറിയാണ്. അപ്പോൾ അതാണ് അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. നമ്മൾ പുറത്തുനിന്നൊന്നും മേടിക്കുന്നതല്ല, ഒട്ടും വിഷമയമില്ലാത്ത പച്ചക്കറി. അത് കഴിക്കാൻ തന്നെ നമുക്ക് വളരെ താല്പര്യമായിരിക്കുമല്ലോ. അപ്പോൾ ആ ഒരു താല്പര്യത്തോടു കൂടി തന്നെയാണ് ഞാൻ കഴിച്ചത്. വളരെ ടേസ്റ്റി ആയിട്ട് ഞാൻ കഴിച്ചു. എനിക്കൊരു പൊടിക്ക് കുറച്ചും കൂടി ഇഷ്ടം താള് തോരനായിട്ട് വെക്കുന്നതാണ് കേട്ടോ. അതും വെറും തോരനായിട്ട്, ചെറുപയറൊന്നും ഇടുന്നതിനേക്കാൾ എനിക്കിഷ്ടം താള് വെറുതെ തോരനായിട്ട് വെക്കും. എനിക്കത് വളരെ താല്പര്യമാണ്. അതാണ് എനിക്കൊരു പൊടിക്ക് കുറച്ചും കൂടി ഇഷ്ടം. പക്ഷേ ഇതും ഈക്വലി ഗുഡായിരുന്നു എന്ന് വേണം പറയാൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കേട്ടോ. ഞങ്ങൾ എൻജോയ് ചെയ്ത് തന്നെയാണ് കഴിച്ചത്.